ആദ്യം ഞാൻ ഫൈസലിലേക്ക്. ഫൈസൽ, ഏറ്റവും ഒടുവിൽ റോയിയുമായി ഫൈസൽ സംസാരിക്കുന്നത് എപ്പോഴാണ്? ഈ വാർത്ത കേൾക്കുമ്പോൾ ഫൈസലിന് എന്താണ് മനസ്സിലൂടെ പോയത്? കാരണം ജീവിതത്തിൽ ഒരിക്കലും റോയി ഇങ്ങനെ ചെയ്യുമെന്ന് റോയി അടുത്തറിയാവുന്ന ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കിയെങ്കിലും ഒരു വലിയ ജീവിതം ഇന്നിങ്സ് ഇനി ബാക്കിയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ ഇക്വേഷൻ ഓഫ് ഡെത്ത് അനോമി എന്ന് പറയുന്നത് ആ സിനിമയുടെ റിലീസിംഗ് തീയതി മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റുമായിരുന്നു ഈ മരണം എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. എന്താണ് അവസാനം റോയി ഫൈസലിനോട് സംസാരിച്ചത്? ഫൈസലിന് എന്താണ് തോന്നിയത്? എന്താണ് ഇപ്പോൾ തോന്നുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, റോയി ആയിട്ട് ഈ അടുത്ത കാലത്താണ് നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഗസ്റ്റായിട്ട് വന്നു. അതിനുശേഷമാണ് കൂടുതൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയത്. അതിനുശേഷം എൻ്റെ ഹൗസ് വാമിങ്ങിന് വന്നു. നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു. ഞങ്ങൾക്കെല്ലാം വീട്ടിൽ വിളിച്ച് ഭക്ഷണം തന്നു. പിന്നെ എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളൂ. പിന്നെ അധികം അങ്ങനെ ഞങ്ങൾ ബിസിനസിന്റെ കാര്യം ചോദിക്കും, എല്ലാം ഓക്കെ എല്ലാം ചോദിക്കും. എൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞ ശേഷം എന്നെ വിളിച്ച് എല്ലാം ഓക്കെ ആണല്ലോ പൈസ എന്ന് മാത്രം ചോദിച്ചു. അതൊരു ഒരു നല്ലൊരു സുഹൃത്ത്, ഒരു പോസിറ്റീവായിട്ട് നമുക്ക് എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മളൊരു വളരെ അദ്ദേഹത്തിനോട് വലിയ എന്താ പറയുക, നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളെ നമ്മൾ സ്നേഹത്തോടെ ഒരു എന്താ പറയുക നല്ലൊരു ദീർഘവീക്ഷണമുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെ ഒരു സംഭവം പെട്ടെന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ഇങ്ങനെ സൂയിസൈഡ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഷോക്കായിപ്പോയി. ഞാൻ ഇവിടെ 3-4 ദിവസമായിട്ട് പനിച്ച് കിടക്കുകയാണ്, പിന്നെ റെസ്റ്റിലാണ്. പിന്നെ എനിക്ക് ഒരു കാര്യം തിരുത്താനുണ്ട്. ഞാൻ മലബാർ ഗോൾഡിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അല്ല, ഇപ്പോൾ മലബാർ ഗോൾഡിന്റെ ഇന്റർനാഷണൽ മാനുഫാക്ചറിങ്ങിന്റെ ഹെഡാണ്. ഓക്കെ ഫൈസൽ, ഒരു കാര്യം കൂടി ഈ താങ്കൾക്ക് റോയി അറിയാവുന്നത് കൊണ്ട് ചോദിക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഐ ടി ഉദ്യോഗസ്ഥർ ഏതെങ്കിലും ക്രമക്കേട് കണ്ടെത്തിയാൽ പോലും നോട്ടീസ് നൽകി പിഴയടയ്ക്കുക എന്നതിനും അപ്പുറത്തേക്കൊന്നും വലിയ കുറ്റകൃത്യമൊന്നും സ്വാഭാവികമായും ഐ ടി വകുപ്പിൻ്റെ, പ്രത്യേകിച്ച് എല്ലാം കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്ന ഒരു വായ്പ പോലും ഏതെങ്കിലും തരത്തിൽ എടുക്കാതെ സംരംഭം തുടങ്ങിയ വളരെ സക്സസ്ഫുൾ മോഡലായി ഒരാൾക്ക് പോലും പരാതിയില്ലാത്ത, ഒരു ആൾ പോലും ശത്രുവായിട്ടില്ലാത്ത കോൺഫിഡൻറ്റ് റോയിയെ സംബന്ധിച്ച് അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അപ്പോൾ അത്രയും കോൺഫിഡൻറ്റ് റോയിക്ക് ഇത് താങ്ങാനാവുന്നതിലും വലിയൊരു സമ്മർദ്ദം എത്തിയിട്ടുണ്ടാവുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് ശരിക്കും ഞാൻ ഒരുപാട് പ്രാവശ്യം ഐ ടി ക്വസ്റ്റ്യൻസുകൾ നേരിട്ട ഒരാളാണ്. പക്ഷെ എനിക്ക് ഐ ടി ആയിട്ട് നമ്മളോട് കാര്യങ്ങൾ ചോദിക്കും. നമുക്ക് അങ്ങനെ ഒരു 2-3 പ്രാവശ്യം റൈഡൊക്കെ നേരിട്ട ഒരാളെന്ന രീതിയിൽ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ എന്താണ് നടന്നതെന്നും ശരിക്കും നമ്മൾ ചില സമയത്ത് മാനസികമായിട്ടുള്ള സംഘർഷമാണല്ലോ, മനസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എങ്ങനെ പോയി എന്നുള്ളത്. അതിപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഇത് അങ്ങനെ ചെയ്തെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഓക്കെ ഫൈസൽ, ഞാൻ മടങ്ങി വരാം. Debate with Dr. Arun Kumar.